അമ്മയാം ഭൂമിക്കു കാവലാവാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. മലയില്ല, മരമില്ല, കിളികളില്ല, മഴയില്ല, പുഴയില്ല, പൂക്കളില്ല. മരുഭൂമിയാം മല നാട്ടിലിപ്പോൾ മലകളായി പൊങ്ങുന്നു മാലിന്യങ്ങൾ. മക്കൾക്കു വേണ്ടി നാം കാത്തുവെച്ച മണ്ണൊക്കെ വിറ്റു വിഷം കലർത്തി. വെള്ളം വിഷം, പുകവായു വിഷം, കടലും വിഷമയമാക്കി നമ്മൾ. ഒരു തുള്ളി വെള്ളമില്ലാത്ത കാലം, അരുമയാം മക്കളെ കാത്തിരിപ്പൂ. നേരമില്ലൊട്ടുമേ നേരമില്ല, ജീവന്റെ നന്മയെ വീണ്ടെടുക്കാൻ. അതിനുള്ള പടയൊരുക്കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല. അതിനുള്ള പടയൊരുക്കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല. നമ്മളല്ലാതെ മറ്റാരുമില്ല. നമ്മളല്ലാതെ മറ്റാരുമില്ല. അയക്കാ ഇതിന്റെ ബില്ല് നടിച്ചേക്ക്. ഐഡിയേ, നീ പറഞ്ഞ സാധനം എല്ലാം തയ്യിരിക്കുന്നു. ഓ ശരി ശരി. നിങ്ങൾ എന്താ മനുഷ്യ ഇത്രയും താമസിച്ചത്? കൊച്ചിന് സ്കൂളിൽ പോകണ്ടെന്ന് അറിയത്തില്ലയോ? നേരവും പോയി. ഇയാളുടെ പാലും തിളച്ചു. കൊച്ചു കുളിച്ചോ എന്തോ. എല്ലാത്തിനും എന്റെ കൈ തന്നെ ചെല്ലണമെന്ന് വെച്ചാ. മീനു, എടാ നീയും വല്ലതും വന്ന് കഴിക്കേ. അമ്മേ, നീ പോയില്ലേ? ആരാ അമ്മ എന്റെ പാവ ഇവിടെ കൊണ്ടിട്ടത്? ആ എനിക്കറിയില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം അമ്മേ. ടാറ്റാ. ആ ശരി ശരി. വേണു ചേട്ടാ, ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങൾ ഇത് വാരി എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളയുന്നേ. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് കളയാനാണ്? മൊത്തം പ്ലാസ്റ്റിക്. എടുത്താലും തീരില്ല. നാട്ടിൽ മൊത്തം പ്ലാസ്റ്റിക്. എവിടെ ചെന്ന് അവസാനിക്കാനാണ് ആർക്കറിയാം.
മോർണിംഗ്, സിറ്റ് ഡൗൺ. അനഘ അജയൻ. പ്രസന്റ് ടീച്ചർ. അഭിനവ് എ കുമാർ. മീനു എസ്. പ്രസന്റ് ടീച്ചർ. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. നമുക്കിന്നൊരു കഥ പരിചയപ്പെടാം. പുസ്തകം എടുത്തോളൂ. എവിടെ വായി നോക്കിയിരിക്കടാ? ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കടാ. എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പരിസ്ഥിതിയും മനുഷ്യരും. പരിസ്ഥിതി എന്ന വാക്ക് പത്രമാധ്യമങ്ങളിലും ടെലിവിഷനിലും നമ്മൾ നിത്യേന കേൾക്കുന്നു. എന്താണ് ഈ പരിസ്ഥിതി? എന്താണ് ഈ പരിസ്ഥിതി എന്ന വാക്കിൻ്റെ അർത്ഥം? ആർക്ക് പറയാം? സാർ, അത് പരിസരമല്ലേ? വെരി ഗുഡ്. അത് പരിസരം തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി തന്നെയാണ് പരിസ്ഥിതി. ഭൂമിയും പുഴകളും വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും എല്ലാം ചേർന്ന ഈ പ്രകൃതി തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് തരം വസ്തുക്കൾ കാണാം. ഒന്ന് ഈ പ്രകൃതിയിൽ താനേ ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഈ മരങ്ങൾ, ചെടികൾ, പക്ഷി മൃഗാദികൾ, മനുഷ്യർ എല്ലാം. രണ്ടാമത്തത് ഏതായിരിക്കും? ആർക്ക് പറയാം? സാർ, അത് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ? വളരെ ശരി. അപ്പോൾ ഇങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ മനുഷ്യന് മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും അത് ഭീഷണിയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. വൃക്ഷങ്ങളുടെ വേരുകൾ ഭൂമിയിൽ പടരാനാവാതെ മുരടിച്ചു പോകുന്നു. അങ്ങനെ ഫലപുഷ്ടമായ ഈ ഭൂമി ഊഷരഭൂമിയായി തീരുന്നു. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ സർവ്വജീവജാലങ്ങൾക്കും അത് ഭീഷണിയാണ്. എന്തിനാടി നീ ഇതെടുത്ത് കൈ പിടിച്ചേക്കുന്നേ? ടീച്ചർ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന്? ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തുവാടി ഇത്? പച്ചക്കറി വേസ്റ്റാ. പ്ലാസ്റ്റിക് കൊണ്ടടി. പച്ചക്കറി വേസ്റ്റ് നമുക്ക് തെങ്ങിന്റെ ചോട്ടിലിടാം. അത് മണ്ണിന് കുഴപ്പമില്ല. അത് ശരിയാടി. നമുക്ക് ഇവിടെ ഇട്ടാലോ? ശരിയാ.
എന്ത് മോളെ ഇത്? പ്ലാസ്റ്റിക് വേസ്റ്റാ, വഴിന്ന് കിട്ടിയതാ. ഇവിടെ കിടക്കുന്ന എവിടെ കൊണ്ട് കളയുമെന്ന് ഓർക്കുമ്പോഴാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ പെറുക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ടീച്ചർ പറഞ്ഞു പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന്. ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം പുറത്തു കൊണ്ട് കളയുമ്പോഴാ പുറത്തുനിന്ന് അവൾ ഇങ്ങോട്ട് പെറുക്കിക്കൊണ്ട് വരുന്നു. അമ്മേ, ഇവിടെ കിടന്ന വേസ്റ്റ് എല്ലാം എവിടെ കൊണ്ടുപോയി? എനിക്കൊന്നും അറിയില്ല. അച്ഛാ, അവിടെ കിടന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം എവിടെ? അതെല്ലാം ഞാൻ കൊണ്ട് കളഞ്ഞടി. അതെവിടെ? അങ്ങ് ദൂരെ. വാ അച്ഛാ, എന്നെ ഇവിടെ കൊണ്ടുപോ. ഞാൻ ഈ വണ്ടി ഒന്ന് കഴുകി തീർക്കട്ടെ മക്കളെ, നീ ചെല്ലങ്ങോട്ട്. വാ അച്ഛാ. എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ള. നീ പോയി നിന്റെ ചേട്ടനോട് ചോദിക്കല്ലേ. ചേട്ടാ, എന്നെ ഇവിടം വരെ കൊണ്ടുപോവോ? എവിടെ? അച്ഛൻ ആ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളയുന്ന സ്ഥലത്ത്. എന്തിനാ? ടീച്ചർ പറഞ്ഞു പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടരുതെന്ന്. ഏത് ടീച്ചർ? ഏറ്റവും അപകടകാരിയായ ഒന്നാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും അത് ഭീഷണിയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുക്കും. വൃക്ഷങ്ങളുടെ വേരുകൾ ഭൂമിയിൽ പടരാനാവാതെ മുരടിച്ചു പോകും. അങ്ങനെ ഫലപുഷ്ടമായ ഈ ഭൂമി ഊഷര ഭൂമിയായി തീരും. എനിക്ക് അവിടെ പോണം ചേട്ടാ, എന്നെ അവിടെ കൊണ്ടുപോ പ്ലീസ്. എടി മോളെ, കുറച്ച് കഴിയട്ടെ, ഞാൻ ഇതൊന്നും വായിച്ചെടുത്തോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. എന്നാ നമുക്ക് പോവാം. മുഖം വീർപ്പ് ചേട്ടി നിന്നോളൂ. പൊടി. ഇറങ്ങോളെ. ഇതാണ് നീ പറഞ്ഞ സ്ഥലം. മോളെന്തു കാണിക്കുന്നത്? ഇതൊക്കെ ഇവിടെ ഇട്ട് ആ പാവം ജീവികളെല്ലാം ചത്തുപോകും ചേട്ടാ. നീ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് ഇതിനെന്തെങ്കിലും ചെയ്യണം ചേട്ടാ. ഞാനല്ലേ പറയുന്നേ, മോള് വാ, മോളാണ് സത്യം. ഞാനിതിനൊരു പരിഹാരം കണ്ടിരിക്കും. വിനുവോ? വാ. ഇരിക്ക. വിനു, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖം തന്നെ. ഇതാരാ? ഞാൻ അശ്വിൻ. അങ്ങളെ, എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല മോനെ, നന്നായിട്ട് പോകുന്നു. ഞങ്ങളെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ, ഞങ്ങളൊന്ന് നോക്കിയേ. ഇതൊന്ന് കണ്ടു നോക്കിയേ.
ഉം. വളരെ നല്ല കാര്യം. താങ്ക് യു അങ്കിൾ. ഞാനും ഇതിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ചിരുന്നു. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഉം. നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് ഈ പദ്ധതി പഞ്ചായത്തുമായിട്ടൊന്ന് ആലോചിക്കാം. എന്നിട്ട് കുടുംബശ്രീ വഴി നടപ്പാക്കാമെന്ന് ആലോചിക്കാം. ശരി അങ്കിൾ, ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. ആ ആ ആ. എല്ലാത്തിനും അങ്കിൾ കൂടെ കാണണം. അപ്പം നാളെ വാ, നമുക്ക് പഞ്ചായത്തിലേക്ക് ഒന്ന് പോവാം. ആ ശരി. ആ ശരി, കാണാം കാണാം. ശരി മോനെ. അങ്കിളെ, നാളെ കാണണേ. ഓക്കെ, അപ്പം നാളെ കാണാം. ഹലോ. ആ വിനു. ആ അങ്കിൾ. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് 9 മണിക്ക് അവിടെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇന്നോ? വിനു വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ ഓക്കെ. വിനു ഇപ്പം എവിടെയാ? ഞാൻ പുറത്താ. ഓക്കെ ഓക്കെ, ശരി എന്നാ. അപ്പം എത്തുമല്ലോ. സുഹൃത്തുക്കളെ, വളരെ ഗൗരവമാർന്നൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ് മലിനീകരണം. അതിൽ തന്നെ ഏറ്റവും ഭയാനകമായ ഒന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം. ഒരു തരത്തിലും നശിപ്പിക്കാനോ നിർവീര്യമാക്കാനോ കഴിയാത്ത ഒന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ മഹാവിപത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാരിനോ ഭരണകൂടത്തിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വിനു എന്നൊരു ചെറുപ്പക്കാരൻ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മുടെ പ്രസിഡന്റിനെയും പ്രിയപ്പെട്ട വിനുവിനെയും ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി വരുന്ന സാധനങ്ങൾ ഒട്ടുമിക്കതും പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ തന്നെ ബോട്ടിലുകളിലുമാണല്ലോ. ഉപയോഗത്തിന് ശേഷം നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു? കത്തിച്ചു കളയുന്നു, കുഴിച്ചിടുന്നു. ഇത് രണ്ടും തെറ്റാണ് എന്ന് പറയാനാണ് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കണം. അത് തെറ്റാണെന്ന്. കാരണം ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലവും കുഴിച്ചിടുന്നത് മൂലവും ഇതിന് പൂർണ്ണമായിട്ടും ഒരു അന്ത്യമില്ല. ഇനി ഇത് കത്തിച്ചു കളയാമെന്ന് വെച്ചാൽ ഇതിനേക്കാൾ അപകടകരമാണ്. കത്തിച്ചു കളയുമ്പോഴുണ്ടാകുന്ന വിഷവാതകങ്ങളും വിഷമയമായ ചാരവും പ്രാണവായുവിനെ ഇല്ലാതാക്കുകയും നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് കത്തിക്കുമ്പോൾ ക്ലോറോഫ്ലോറോ കാർബൺ പോലുള്ള വാതകങ്ങൾ ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുകയും ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഭൂമിയിലെ ജലാംശം ഗണ്യമായി കുറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 25 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ചൂടില്ലായിരുന്നല്ലോ. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ആഹാര സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ അറിയാതെ അവ ഭക്ഷിക്കുന്ന പക്ഷിമൃഗാദികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയാണ്. ഈ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ 80% മഴവെള്ളത്തോടൊപ്പം ഒഴുകി കുളങ്ങളിലും കായലുകളിലും പുഴകളിലും പിന്നീട് കടലിലും എത്തിച്ചേരുകയാണ്. ആഹാരമാണെന്ന് കരുതി ഇതകത്താക്കുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. കരയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒട്ടുമിക്കതും നമുക്ക് തിരിച്ചെടുക്കാനും റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ കടലിൽ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനേ കഴിയുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ വീണ്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ തരംതിരിച്ച് ശുദ്ധീകരിച്ച് വീണ്ടും പുതിയ വസ്തുക്കളാക്കി മാറ്റാൻ കഴിയും. ചൈന, അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങൾ ഇതാണ് ചെയ്യുന്നത്. പലതവണ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് അവസാനം റോഡുകൾ ടാർ ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് റോഡിന്റെ ആയുസ്സും ബലവും വർദ്ധിക്കുന്നു. ഇഷ്ടികകളും മേച്ചിൽ ഷീറ്റുകളും അതുപോലെ ഏറെ നാൾ ഈടി നിൽക്കുന്ന പല വസ്തുക്കളും ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് സാധിക്കും. പഞ്ചായത്തിന്റെ തീരുമാനത്തോടെ കുടുംബശ്രീയുമായും തൊഴിലുറപ്പ് പദ്ധതിയുമായും ഇതിനെ ബന്ധിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ഓരോ ചാക്കും നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസും കൊടുക്കും. അതുപോലെ പ്രധാന സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക. അതിനോടൊപ്പം
ജൈവമാലിന്യം നല്ല ഒന്നാം തരം ജൈവവളമാക്കാനുള്ള സംവിധാനം വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ജൈവമാലിന്യത്തെ ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റുമായി കൂട്ടിക്കലർത്തരുത്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പഞ്ചായത്തിൻ്റെ ചുമതലയിൽ റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുകയും അവ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യാം. ഇങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം എന്ന ദുർഭൂതത്തിൽ നിന്നും നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാനാകും. വിനോദ് പറഞ്ഞതിനോട് ആരൊക്കെ യോജിക്കുന്നുണ്ട്? കൊള്ളാം. വളരെ സന്തോഷം. കൊള്ളാം, എല്ലാം സംഘടിപ്പിക്കുക, നമുക്ക് നന്നാക്കി. വളരെ നന്നായി. നാളെ തന്നെ നമുക്ക് ഇങ്ങ് തുടങ്ങണം. ശരി. നമുക്ക് ഈ പഞ്ചായത്ത് പൂർവ്വം റെഡിയാക്കണം. ആ ശരി. ആഹാ, പ്ലാസ്റ്റിക് കത്തിക്കാനും പോകണ്ട, വലിച്ചെറിയാനും പോകണ്ട. പ്രിയ സ്നേഹിതരെ, നിങ്ങളിത് കണ്ടല്ലോ. നമ്മൾ ഒരുമിച്ച് ഒന്നായി നിന്നാൽ ഈ നാടിനെ വിഷമുക്തമാക്കാം, പ്ലാസ്റ്റിക് രഹിത നാടാക്കി മാറ്റാൻ കഴിയും. അതിനായി നമുക്കൊന്നിച്ചു നിൽക്കാം, ഒന്നിച്ച് മുന്നേറാം.